കേരളത്തിൻ്റെ സമര ഇതിഹാസങ്ങൾ രചിച്ച എസ്.എഫ്.ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നോക്കൂ, അന്ന് മുതൽ ഇന്ന് വരെയുള്ള സഖാവ് വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ, MLA അല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ, മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ആ സഖാവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വി ഡി സതീശനെ ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ വി ഡി സതീശനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഞങ്ങൾ അവിടേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ദിവസം 100 കണക്കിന് ആളുകളാണ് ആ സഖാവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആവലാതിക്കാരൻ്റെ പരാതികൾ കേട്ട് അതിൽ പരിഹാരം കാണാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾക്ക് 100% കാര്യങ്ങൾക്ക് പരാതി പരിഹരിക്കുന്ന, വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറുന്ന, സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന, കേരളത്തിൽ മാതൃകയാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് കയറി ചെല്ലാൻ വേണ്ടി പറ്റുമോ? പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഇവിടെ ഉണ്ടല്ലോ, കണ്ടോൺമെൻറ്റ് ഹൗസ്. ആ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് ഏതെങ്കിലും ഒരാൾ, ഈ നാട്ടിലെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും ഏതെങ്കിലും ഒരു വ്യക്തി ആ വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമോ? ഒരാളും കയറിച്ചില്ല. കാരണം വി ഡി സതീശൻ മാധ്യമങ്ങൾ പാലൂട്ടി വളർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് കാണാൻ വേണ്ടി കഴിയാത്ത നേതാവാണ് വി ഡി സതീശൻ. വി ശിവൻകുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് ആക്ഷേപം ഉന്നയിച്ചത്? നിങ്ങൾ എടോ പോടോ എന്ന് വിളിച്ച് നിങ്ങളുടെ സംസ്കാരം അതാണെന്ന് ഒടുവിലായി ഇവിടെ നിങ്ങളെ വലിയ ആദർശവാനെന്ന് കരുതിയിരുന്ന, ആദർശവാനെന്ന് ചിത്രീകരിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലും ഈ നാട്ടിലെ കുറേ പൊതുസമൂഹത്തിൻ്റെ കുറേ ആളുകളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണുന്ന ചിത്രമാണ് ഇന്നലെ കണ്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും നിലയിൽ അങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മാധ്യമ ചർച്ചയിൽ വന്നിരിക്കുന്നവർ പോലും ആ നിലയിൽ CPM-കാർ, ഇടതുപക്ഷക്കാർ അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കാറില്ല. എതിർ പാനലിസ്റ്റിനെ പോലും ബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ വി ഡി സതീശൻ്റെ ചിത്രം നമ്മൾ കുറേ കാലം മുമ്പ് കണ്ടതാണ്. മാധ്യമങ്ങളും പൊതുസമൂഹവും ചിലപ്പോൾ മറന്നിട്ടുണ്ടാകാം. വി ഡി സതീശൻ ആരാണെന്നും വി ഡി സതീശൻ ചില കമൻറ്റ് പോസ്റ്റുകൾക്ക് താഴെ വന്ന് എന്താണ് കമൻറ്റ് ചെയ്തതെന്ന ചിത്രമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം വി ഡി സതീശൻ്റെ യഥാർത്ഥ രൂപം വെളിവാക്കിയതാണ്. സഖാവ് ശിവൻകുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിൽ ഇത്രയും മാത്രം മികച്ച അക്കാദമിക സംവിധാനങ്ങളുള്ള സംസ്ഥാനം ഇന്ന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി നമ്മുടെ നാടിനെ മാറ്റിയില്ലേ? പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒരു കാലത്ത് കുട്ടികൾ വരാൻ മടിച്ചിരുന്ന ഒരു കാലത്തുനിന്ന് മാറി കഴിഞ്ഞ 10 വർഷക്കാലത്തെ സഖാവ് പിണറായി വിജയൻ്റെ 2 ടേമിലെ ഭരണകാലത്ത് ഈ പൊതുവിദ്യാഭ്യാസ മേഖല എത്രയോ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ 2011-2016 കാലത്ത് കേരളത്തിൽ അധികാരത്തിലിരുന്നത് ഉമ്മൻചാണ്ടിയുടെ, രമേശ് ചെന്നിത്തലയുടെ, കുഞ്ഞാലിക്കുട്ടിയുടെ, അബ്ദുറബിൻ്റെ ഗവൺമെൻറ് ആയിരുന്നില്ല. ഇവിടെ ഷാനവാസ് സൂചിപ്പിച്ചില്ലേ, ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പിന്നെ യുവജന സംഘടനാ പ്രവർത്തന രംഗത്തും കടന്നു വന്നവരാണ്. നോക്കൂ, 5 വർഷക്കാലം കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളുകളിലിരുന്ന് ഭയപ്പാടില്ലാതെ പഠിക്കാൻ വേണ്ടി കഴിയുമായിരുന്നോ? ഇവിടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ചരിത്രം 1956 ശേഷമുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി SSLCയുടെ പരീക്ഷാഫലം 3 വട്ടം പ്രഖ്യാപിച്ചതിൻ്റെ അവാർഡ് കൊടുക്കേണ്ടത് ആർക്കാണ്? PK അബ്ദുറബിന്. അതിനു മുമ്പ് 2001-2006 കാലത്ത് AK ആൻ്റണിയുടെ, ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു മഹാനുണ്ട്, നാലകത്ത് സൂപ്പി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളത് മറന്നിട്ടുണ്ടാവില്ല. നാലകത്ത് സൂപ്പിയുടെ കാലത്തെ വിദ്യാഭ്യാസം നോക്ക്. ഈ പറഞ്ഞ അബ്ദുറബിൻ്റെ കാലത്ത് ഒരു +2 കൊടുത്തതിൽ വലിയ അഴിമതി. വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിലാകെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക്, നോമിനികൾക്ക് മാത്രം കൊടുക്കുന്നു. ഇപ്പോൾ BJPയുടെ പാളയത്തിൽ പോയ അബ്ദുൾ സലാം അന്ന് കാലിക്കറ്റ് VC ആയിരുന്നു. എന്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പേര് ഖാദർ മങ്ങാടെന്നായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ട്രഷററായിരുന്നു യോഗ്യത. ഇന്ന് അങ്ങനെയാണോ കേരളത്തിൻ്റെ ഗവൺമെൻറ് ചെയ്യുന്നത്? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ അമ്പലചുംബികളായ കെട്ടിടങ്ങൾ വന്നു. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ. അവിടെ പുസ്തകം കെടുക്കാത്തൊരു ഗവൺമെൻറ് ആയിരുന്നു UDFൻ്റെ അബ്ദുറബിൻ്റെ. പോസ്റ്റൊക്കെ ഇട്ട് സന്തോഷിക്കുന്നുണ്ട്. ആ അബ്ദുറബ് ഓർമ്മയുണ്ടാകും. എന്താണ് പറഞ്ഞത്? ഓണം നേരത്തെ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഓണപരീക്ഷയും നേരത്തെ എത്തി. ഓണം എപ്പോൾ എത്തുമെന്നും എങ്ങനെയാണ് ഓണം വരുന്നതെന്നും അറിയാത്തവരല്ല മലയാളികൾ. അങ്ങനെ ഉണ്ടായിരുന്ന അബ്ദുറബാണ് എല്ലാ കാര്യങ്ങളിലും കുഴപ്പം. നോക്കൂ, വിളക്ക് കൊളുത്താൻ ഇവിടെ കേരളം എല്ലാ കാലത്തും മതേതരത്വത്തിനു വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ നാട്ടിൽ നിലവുകളക്ക് കൊളുത്താത്തൊരു മന്ത്രിയായി അധപ്പതിച്ച മന്ത്രിയായിരുന്നു അബ്ദുറബ്. ആ മന്ത്രിയും
ആ മന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ മുന്നണിയുമാണ് ഇന്ന് വന്ന് പ്രിയങ്കരനായ ഈ കേരളത്തിൻ്റെ അനന്തപുരിയുടെ സമരനായകനായിരിക്കുന്ന സഖാവ് വി ശിവൻകുട്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണം. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുകയാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഓണം സീസണിൽ ഓണം സമയത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പരവൂരിലൊരു സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റിൽ മാവേലി സ്റ്റോറിൽ പോയി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു. എന്നിട്ട് വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും പ്രസംഗിച്ചിട്ടില്ല, ഞാൻ അവിടെ വാക്ക് തുറന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല, പോയി ഉദ്ഘാടനം ചെയ്തു വന്നു. അവസാനം വീഡിയോകൾ, ഇന്ന് സോഷ്യൽ മീഡിയ കുറേ കൂടി തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന കാലമാണ്. ഇന്ന് ആ സോഷ്യൽ മീഡിയ ഇടപെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ വി ഡി സതീശൻ്റെ പ്രസംഗം നാട്ടുകാർ മൊത്തം കണ്ടു.